കണ്ണൂരിൽ വൻ കവർച്ച. പൂട്ടിയിട്ട വീട്ടിൽ നിന്നും 29 പവൻ സ്വർണവും 20,000 രൂപയും മോഷണം പോയി. കണ്ണൂർ ഓലയമ്പാടിയിൽ മടയമ്മക്കുളത്തെ വി കുഞ്ഞാമിനയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട്ടുകാർ കുടുംബസമേതം ബന്ധുവീട്ടിൽ പോയി തിരികെ വന്നപ്പോൾ പിൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. കഴിഞ്ഞ ബുധനാഴ്ച കുടുംബസമേതം ബന്ധുവീട്ടിൽ പോയതായിരുന്നു ഇവർ. തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. പിൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് വീടിനകത്ത് കയറിയത്. ഇന്നലെ വൈകുന്നേരം 7:15 ഞാൻ ഓഫീസിൽ നിന്ന് റിട്ടേൺ വരുന്ന സമയത്താണ് സംഭവം അറിഞ്ഞത്. അപ്പം ഞാൻ വന്ന് വീട് സാധാരണ തുറക്കുന്ന പോലെ തന്നെ കീട്ട് തുറന്ന് ഉള്ളിൽ കയറി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂം പോയി റൂമിലേക്ക് പോയതാണ് നിസ്കരിക്കാൻ. അങ്ങനെ നിസ്കരിക്കാൻ പോയ സമയത്താണ് റൂമിലെല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് കണ്ടത്. അപ്പം ആ സമയത്ത് ഞാൻ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രോയർ തുറന്നു നോക്കി. അപ്പോൾ അത് കണ്ടില്ല. വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഉമ്മാനെ വിളിക്കുക ചെയ്തു. ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു അത് വേറെ എടുത്ത് മാറ്റി വെച്ചിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട് ഫുള്ള് തുറന്നിട്ടിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ വേഗം ഇക്കാക്കനെ വിളിക്കുക ചെയ്തു. ഇക്കാക്കനെ വിളിച്ച് ഇക്കാക്ക വന്നതിന് ശേഷം രണ്ടാളും കൂടി കയറി ചെക്ക് ചെയ്ത സമയത്താണ് ബാക്കിലത്തെ ഡോറ് പൊളിച്ചിട്ട് അകത്ത് കിടന്നതായിട്ട് കണ്ടത്. ബാക്കിൽ കിണറിൻ്റെ വശത്തുള്ള ഡോറും പൊളിച്ചിട്ടുണ്ട്, പിന്നെ കിച്ചണിൻ്റെ ഡോറും പൊളിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഡോറും കുത്തി പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഇന്നലെ കണ്ടിട്ടില്ല, ഇന്നിപ്പോൾ രാവിലെ അത് കണ്ടത്. പാരയിട്ട് കുത്തിയ അടയാളമുണ്ട്. പിന്നെ നഷ്ടപ്പെട്ട് താഴത്തെ റൂമിൽ കുറച്ച് ഗോൾഡും ഒരു 20,000 ക്യാഷായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുകളിലെ റൂമിലും വെച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡ്, അതെല്ലാം നഷ്ടപ്പെട്ടിട്ടല്ലേ.